മനുഷ്യമക്കളോടുള്ള വ്യവസ്ഥകളില്ലാത്ത സ്നേഹത്താൽ സ്വന്തം പുത്രനെ ബലിയായി നൽകിയ സ്നേഹപിതാവ്, ആ പിതാവിന്റെ അനന്ത സ്നേഹത്തിന്റെ അത്യഗാധങ്ങൾ തിരിച്ചറിഞ്ഞ വത്സലപുത്രൻ ഏറ്റെടുത്ത സമാനതകളില്ലാത്ത ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും ശൂന്യവൽക്കരണത്തിന്റെയും അനന്യമായ ബലിയർപ്പണം. വിശന്നു വലയുന്ന കുഞ്ഞുങ്ങൾക്കായി സ്വന്തം ചങ്കില രക്തം ഊറ്റിക്കൊടുത്ത് സ്വയം മരണത്തിലേക്ക് നീങ്ങുന്ന പെലിക്കൻ പക്ഷിയുടെ കഥ വായിച്ച് കണ്ണു നിറയുന്ന നാം തിരിച്ചറിയാതെ പോകുന്ന ഒന്നുണ്ട്. ലോകം മുഴുവന്റെയും രക്ഷയ്ക്കായും വീണ്ടെടുപ്പിനായും പുത്രസ്ഥാനത്തേക്ക് അവരെ കരം പിടിച്ചുയർത്താനായും അവസാന തുള്ളി രക്തം വരെയും ചിന്തിയിട്ടും മതി വരാതെ ഇന്നും ലോകമെമ്പാടുമുള്ള അൾത്താരകളിൽ മനുഷ്യരോടൊപ്പമായിരിക്കാൻ അനുദിനം സ്വയം മുറിച്ചു വിളമ്പുന്ന ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ സ്നേഹ ദൃഷ്ടാന്തത്തിന് അർഹരായവരാണ് നാം എന്ന സത്യം വിശുദ്ധ കുർബാനയുടെ ആഴങ്ങളിലേക്കും യാഥാർത്ഥ്യങ്ങളിലേക്കും ചരിത്ര സാക്ഷ്യങ്ങളിലേക്കുമുള്ള എന്റെ ഓർമ്മയ്ക്കായി എന്ന പ്രോഗ്രാമിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. സർവശക്തനായ ദൈവത്തിന് തന്നേക്കാൾ ശ്രേഷ്ഠമായി യാതൊന്നും നമുക്ക് തരാനില്ല. തന്റെ ശരീരവും രക്തവുമാകുന്ന മഹാദാനത്തേക്കാൾ കവിഞ്ഞ് മനുഷ്യരോടുള്ള സ്നേഹം പ്രകടമാക്കാൻ മറ്റെന്താണ് ഉള്ളത്? യേശുവിന്റെ ഈ മുറിച്ചു വിളമ്പിലിന്റെയും പങ്കുവയ്ക്കലിന്റെയും പ്രഖ്യാപനമായിരുന്നു അന്ന് ആ പെസഹ തിരുനാളിൽ സംഭവിച്ചത്. നിങ്ങൾ ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞ് 2 സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് യേശു ഉരുവിട്ട കൂദാശ വചനങ്ങൾ ഇന്നും ദേവാലയ ബലിവേദികളിൽ ആവർത്തിക്കപ്പെടുന്നത് തന്നെ വിശുദ്ധ കുർബാനയുടെ അനന്യതയുടെയും ശ്രേഷ്ഠതയുടെയും പ്രഖ്യാപനമല്ലേ? വർഷക്കാലം ഊണിലും ഉറക്കത്തിലും തന്റെ ഒപ്പമുണ്ടായിരുന്ന ശിഷ്യന്മാരോട് കൂടെയുള്ള ഭൂമിയിലെ അവസാന അത്താഴവേളയിലായിരുന്നു യേശു വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. വിഷാദത്തിന്റെയും വേദനയുടെയും വേർപാടിന്റെയും അന്തരീക്ഷം തളം കെട്ടി നിന്ന സിഹിയോൻ മാളിക മുറിയിൽ യേശു തന്റെ ഓർമ്മയ്ക്കായി യുഗാന്ത്യത്തോളം നിലനിൽക്കേണ്ട തന്റെ ശരീര രക്തങ്ങളുടെ വിഭജനത്തിന് അടിസ്ഥാനമിട്ടു. This is our last meal together before I die. What do you mean? I am the way, the truth, and the life. അപ്പവും വീഞ്ഞും കൃതജ്ഞതാസ്തോത്രം ചെയ്ത് ആശീർവദിച്ച് തന്റെ ശരീര രക്തങ്ങളായി മാറ്റിയ അത്ഭുത പ്രതിഭാസത്തിനായി അവിടുന്ന് ഒരേ സമയം ബലിയും വിരുന്നുമായി തന്നെ തന്നെ നൽകി. അവിടുന്ന് പറഞ്ഞു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെന്റെ ശരീരമാണ്. ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഇത് അനേകരുടെ പാപമോചനത്തിനായി ചിന്തപ്പെടുന്ന എന്റെ രക്തമാണ്. ഇത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. Now I must tell you that one of you here
betray me. Whoever eats this സ്വന്തം രക്തത്താലുള്ള പുതിയ ഉടമ്പടിയിൽ യേശു സ്വയം ബലിയാടായി കുരിശിൽ രക്തം ചിന്തി മനുഷ്യർക്ക് പാപങ്ങളിൽ നിന്നുള്ള മോചനദ്രവ്യമായി തന്നെ തന്നെ നൽകി. പാതാളത്തെയും മരണത്തെയും കാൽക്കീഴിലാക്കി ഉയർത്തെഴുന്നേറ്റ യേശു എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് കുർബാന അനുഭവം പകർന്ന് വീണ്ടും പ്രത്യക്ഷനാകുന്നുണ്ട്. യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ചു നൽകിയ വേളയിൽ അജ്ഞതയിലും അന്ധകാരത്തിലുമായിരുന്ന ആ ശിഷ്യന്മാരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. തന്റെ ഓർമ്മയ്ക്കായും മനുഷ്യർക്കിടയിൽ താൻ അന്ത്യത്തോളം ഉണ്ടായിരിക്കുമെന്ന വാഗ്ദാന പൂർത്തീകരണത്തിനായും പെസഹാവേളയിൽ സ്ഥാപിച്ച വിശുദ്ധ കുർബാനയുടെ സ്ഥിരീകരണമായിരുന്നു എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അനുഭവത്തിലൂടെ ഉറപ്പിക്കപ്പെട്ടത്. ഇന്നും എപ്പോഴും മനുഷ്യരോടു കൂടി ആയിരിക്കാൻ ഇന്നും ബലിവേദികളിൽ ആവർത്തിക്കപ്പെടുന്നത് അവിടുത്തെ കുരിശിലെ ബലി തന്നെയാണ്. നാം ഭാഗഭാഗുകളാകുന്നത് അവിടുത്തെ ശരീരത്തിന്റെയും രക്തത്തിന്റെയും പങ്കുവെക്കലിലാണ്. വിശുദ്ധ കുർബാന എന്ന കൂദാശയിൽ ക്രിസ്തുവിന്റെ യഥാർത്ഥ ശരീരവും യഥാർത്ഥ രക്തവുമുണ്ട് എന്നത് ഇന്ദ്രിയങ്ങൾ കൊണ്ടോ മനുഷ്യന്റെ പരിമിതമായ ബുദ്ധി കൊണ്ടോ ഗ്രഹിക്കാനാവില്ല. ഈ നിഗൂഢ സത്യത്തെ മനുഷ്യർക്ക് കൂടുതൽ വിശ്വാസ്യവും പ്രാപ്യവുമാക്കുവാനായി സഭയിൽ ഉടലെടുത്തിട്ടുള്ള ദിവ്യകാരുണ്യ അത്ഭുതങ്ങളും നിരവധിയാണ്. അവയിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതാണ് ലാൻചനോയിൽ ചരിത്രം കുറിച്ച ദിവ്യകാരുണ്യ അത്ഭുതം. AD 750 ഇറ്റലിയിലെ ലാൻചനോയിൽ വിശുദ്ധ ലോഞ്ചിനിയൂസിന്റെ ആശ്രമ ദേവാലയത്തിലെ ഒരു പുരോഹിതൻ ദിവ്യകാരുണ്യ തിരുവോസ്തിയിൽ യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യമുണ്ടോ എന്ന് സംശയിച്ചിരുന്നു. ദിവ്യബലി മധ്യേ ദിവ്യകാരുണ്യം ആശീർവദിച്ചയുടനെ ഓസ്തി കർത്താവിന്റെ മാംസവും വീഞ്ഞ് തിരുരക്തവുമായി മാറുകയും അവിടെ സന്നിഹിതരായിരുന്ന എല്ലാവരും ഈ അത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. രക്തം തുല്യമല്ലാത്ത 5 ഭാഗങ്ങളായി വേർതിരിയുകയും മുഴുവൻ രക്തഗോളങ്ങളുടെയും ഭാരവും ഓരോ വ്യത്യസ്ത ഭാഗത്തിന്റെയും ഭാരവും ഒന്നു തന്നെയാണെന്ന് അതിശയകരമായി കണ്ടെത്തുകയുമായിരുന്നു. 13 നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും ഈ അത്ഭുത പരിണാമത്തിന്റെ ജീവൻ തുടിക്കുന്ന ശേഷിപ്പുകൾ ലാൻചനോയിൽ വണക്കത്തിലുണ്ട്. അരിസ ആശുപത്രിയുടെ മേധാവിയും അനാറ്റമി, പാത്തോളജി, കെമിസ്ട്രി, മൈക്രോസ്കോപ്പി പ്രൊഫസറുമായ എഡ്വേർഡ് ലിനോളി വത്തിക്കാന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം തിരുശേഷിപ്പുകളെ വിശദമായ ശാസ്ത്രീയ പഠനത്തിന് വിധേയമാക്കുകയും നിരവധി വർഷങ്ങളുടെ പഠനത്തിനു ശേഷം 1971 മാർച്ച് 4 ഒരു വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ചോദ്യം ചെയ്യപ്പെടാനാവാത്ത വിധം ശാസ്ത്രീയ സൂക്ഷ്മതയോടുകൂടിയ റിപ്പോർട്ടിലെ ഗവേഷണ ഫലങ്ങൾ ഇപ്രകാരമായിരുന്നു. മാംസം യഥാർത്ഥ മാംസവും രക്തം യഥാർത്ഥ രക്തവും തന്നെ. മാംസം മനുഷ്യന്റെ ഹൃദയമാംസ രക്തപേശികളുടേതും രക്തം ക്ലോറൈഡ്, ഫോസ്ഫറസ്, മഗ്നീഷ്യം, പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം എന്നീ ധാതുക്കളടങ്ങിയ AB രക്തഗ്രൂപ്പിൽപ്പെട്ടതും മധ്യപൂർവ്വ ദേശത്തെ ജനങ്ങളുടെ സവിശേഷതകളുമായി ഇണങ്ങുന്ന മനുഷ്യരക്തവുമാണ്. അമിതമായ ഉപ്പിന്റെയോ കേടുകൂടാതെ സൂക്ഷിക്കുന്ന വസ്തുക്കളുടെയോ സാന്നിധ്യം ഇവയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല.
1973 ലോകാരോഗ്യ സംഘടനയുടെ ചീഫ് അഡ്വൈസറി ബോർഡ് നിയമിച്ച സയന്റിഫിക് കമ്മീഷൻ ലിനോളയുടെ കണ്ടെത്തലുകളെ പരിശോധിക്കുന്നതിന് നിയമിക്കപ്പെടുകയും 15 മാസം കൊണ്ട് 500ഓളം ടെസ്റ്റുകൾ നടത്തുകയും പ്രൊഫസർ ലിനോളയുടെ കണ്ടെത്തലുകളെ സ്ഥിരീകരിക്കുകയും ചെയ്തു. ജീവനുള്ളവ പ്രതികരിക്കുന്നതുപോലെ തന്നെ എല്ലാ വൈദ്യ പരീക്ഷണങ്ങളോടും വളരെ വേഗത്തിൽ മാംസരക്തങ്ങൾ പ്രതികരിക്കുന്നുവെന്നും കമ്മീഷൻ കണ്ടെത്തി. ഒരു ജീവനുള്ള വ്യക്തിയിൽ നിന്ന് ഇപ്പോൾ അറുത്തെടുത്ത മാംസം പോലെ ലാഞ്ചനോയിലെ തിരുരക്തവും മാംസവും ഇന്നും നിലകൊള്ളുന്നു. 1252 ഏപ്രിൽ 20 പ്രസ്തുത സംഭവത്തെ ഒരു ദിവ്യകാരുണ്യ അത്ഭുതമായി സ്ഥിരീകരിച്ചു. മാംസമായ തിരുവോസ്തിയും രക്തഗോളങ്ങളും അടങ്ങിയ അരുളിക്ക ശാസ്ത്രലോകത്തിന് ചോദ്യങ്ങൾ ശേഷിപ്പിച്ചും ദൈവിക സത്യങ്ങൾക്കെതിരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമായും പ്രകൃത്യാന്തരീക്ഷ ജൈവശക്തികൾക്കതീതമായും ജീവൻ തുടിക്കുന്ന അത്ഭുത പ്രതിഭാസമായി തുടരുന്നു. ലോക അവസാനം വരെ എല്ലാ ദിവസവും ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമെന്ന് അരുൾ ചെയ്ത യേശുവിന്റെ വിശുദ്ധ കുർബാനയിലുള്ള യഥാർത്ഥ സാന്നിധ്യത്തെ അനിഷേധ്യമായി തെളിയിക്കാൻ പോരുന്നവയാണ് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നടന്നിട്ടുള്ള ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ. സഭയുടെ ഉത്ഭവം മുതൽ ഇന്നോളം വിശുദ്ധ കുർബാനയിലെ ക്രിസ്തു സാന്നിധ്യത്തെ സ്ഥിരീകരിച്ചുകൊണ്ട് സംഭവിച്ചിട്ടുള്ള 100-ൽ പരം ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെ നീണ്ട പഠനങ്ങൾക്കും ശാസ്ത്ര ഗവേഷണങ്ങൾക്കും ശേഷം സഭ അംഗീകരിച്ചിട്ടുമുണ്ട്. 1247 പോർച്ചുഗലിലെ സാന്താറേമിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതം പിയൂസ് 4-ാമൻ, വിശുദ്ധ പിയൂസ് 5-ാമൻ, പിയൂസ് 6-ാമൻ, ഗ്രിഗറി 14-ാമൻ എന്നീ മാർപ്പാപ്പമാർ നേരിട്ടെത്തി കുമ്പിട്ടാരാധിച്ചയൊന്നാണ്. ഭർത്താവിനോടുള്ള അസൂയയെ പ്രതി ഒരു മന്ത്രവാദിനിയെ സമീപിച്ച സാന്താറേമിലെ ഒരു യുവതിയോട് ദേവാലയത്തിൽ നിന്ന് തിരുവോസ്തി മോഷ്ടിച്ചുകൊണ്ടുവരാനായി മന്ത്രവാദിനി ആവശ്യപ്പെടുകയും അതിൻ പ്രകാരം യുവതി സെയിന്റ് സ്റ്റീഫൻസ് ദേവാലയത്തിൽ പോയി തിരുവോസ്തി ഒരു ലിനൻ തുണിയിൽ പൊതിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു. തുണി നനയുന്നതായി അനുഭവപ്പെട്ടതിനെ തുടർന്ന് അത് തുറന്നു നോക്കിയ അവൾ കണ്ടത് തിരുവോസ്തിയിൽ നിന്നും രക്തമൊഴുകുന്നതും തുടർന്ന് മുറിയിലാകെ പ്രകാശം പരക്കുന്നതുമായിരുന്നു. സംഭവം ദേവാലയ അധികാരികളെ അറിയിക്കുകയും വിശുദ്ധ സ്റ്റീഫന്റെ ദേവാലയത്തിൽ ആദരപൂർവ്വം രക്തത്തോടു കൂടിയ തിരുവോസ്തി മെഴുകുകൊണ്ടുണ്ടാക്കിയ പേടകത്തിൽ സ്ഥാപിക്കുകയും ചെയ്തു. ഈ മെഴുകു പേടകം കഷണങ്ങളായി ചിതറി പകരം ഒരു സ്ഫടികപാത്രത്തിൽ പൊതിയപ്പെട്ടതായ മറ്റൊരു അത്ഭുതവും ദേവാലയത്തിലുണ്ടായി. ഔദ്യോഗിക പഠനങ്ങൾക്കു ശേഷം പ്രസ്തുത അത്ഭുതം സഭ അംഗീകരിക്കുകയും ചെയ്തു. പ്രകൃതി നിയമങ്ങളെ അതിലംഘിച്ച് ദ്രവരൂപത്തിൽ രക്തത്തോടുകൂടി ജീവാംശം തെളിയിക്കുന്ന ശാസ്ത്ര കണ്ടെത്തലുകളുമായി ഇന്നും സാന്താറേമിലെ ദേവാലയത്തിൽ ഈ അത്ഭുതം നിലകൊള്ളുന്നു. ൽ ഇറ്റലിയിലെ കാഷിയിൽ രോഗം ബാധിച്ച് കിടപ്പിലായിരുന്ന ഒരു കർഷകന് പ്രാർത്ഥനാ പുസ്തകത്തിന്റെ ഉള്ളിൽ വെച്ച തിരുവോസ്തി നൽകാനായി പുസ്തകം തുറന്നപ്പോൾ പേജുകൾ രക്തത്താൽ നനഞ്ഞു കുതിർന്നിരിക്കുന്ന കാഴ്ചയാണ് വൈദികൻ കണ്ടത്. തിരുവോസ്തിയിലെ രക്തക്കറ പുരണ്ട പുസ്തകത്താളുകൾ സൂക്ഷിക്കപ്പെടുകയും അവ ഇന്നും അരുളിക്കയിൽ വണങ്ങപ്പെടുകയും നിരവധി അത്ഭുതങ്ങൾക്ക് നിദാനമാകുകയും ചെയ്യുന്നു. 20-ാം നൂറ്റാണ്ടിൽ അർജന്റീനയിലെ ബ്യൂണസ് ഐറിസിൽ അന്ന് ഫ്രാൻസിസ് പാപ്പ ജോർജ് മാരിയോ ബെർഗോഗ്ലിയോ എന്ന പേരിൽ കർദിനാളായി സേവനമനുഷ്ഠിക്കുകയായിരുന്ന രൂപതയിൽ ശാസ്ത്രലോകത്തിന് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് മറ്റൊരു ദിവ്യകാരുണ്യ അത്ഭുതം സംഭവിക്കുകയുണ്ടായി. 1996 ആഗസ്റ്റ് 18 ഫാദർ അൽഹാൻഡ്രോ പെസറ്റ് സെയിന്റ് മേരീസ് ദേവാലയത്തിൽ ദിവ്യബലി അർപ്പിക്കുമ്പോൾ ഒരു വ്യക്തി സ്വീകരിച്ച തിരുവോസ്തി അലക്ഷ്യമായി നിലത്തു വീണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. ആചാരപ്രകാരം വൈദികൻ തിരുവോസ്തി വെള്ളത്തിൽ അലിയിക്കാൻ ഇട്ടുകൊണ്ട് സക്രാരിയിൽ അടച്ചുവെച്ചു. ആഗസ്റ്റ് 26 സക്രാരി തുറന്ന വൈദികൻ കണ്ടത് അത്ഭുതകരമായി രക്തവർണമായി മാറ്റപ്പെട്ട തിരുവോസ്തിയും ജലവുമായിരുന്നു. കർദിനാൾ ബെർഗോഗ്ലിയോയുടെ നിർദ്ദേശപ്രകാരം മാംസളവും രക്തവുമായി തീർന്ന തിരുവോസ്തി അതീവ രഹസ്യമായി കുറെ കാലം സൂക്ഷിക്കുകയും നാളുകൾക്ക് ശേഷവും
പ്രകൃതി പരിണാമങ്ങൾക്ക് വിധേയമാകാത്തതിനെ തുടർന്ന് ശാസ്ത്രീയ പഠനങ്ങൾക്കായി 1999 ഒക്ടോബർ 5 UN അവാർഡ് നേടിയിട്ടുള്ള പ്രശസ്ത ന്യൂറോ സൈക്കോ ഫിസിയോളജിസ്റ്റും നിരീശ്വരവാദിയുമായിരുന്ന ഡോക്ടർ റിക്കാർഡോ കസ്റ്റാനിയോന് തിരുവോസ്തിയുടെ ഒരു ഭാഗം പരീക്ഷണങ്ങൾക്കായി നൽകി. പഠനങ്ങളുടെ സൂക്ഷ്മതയ്ക്കും കൃത്യതയ്ക്കുമായി പരീക്ഷണ വസ്തുവിന്റെ ഉറവിടം ഗവേഷണ സംഘത്തിന് ഡോക്ടർ വെളിപ്പെടുത്തിയിരുന്നില്ല. മനുഷ്യന്റെ ജനിതക ഘടനയുള്ള രക്തവും മാംസവുമാണ് പരീക്ഷണ വസ്തുവെന്നും ഹൃദയപേശികളാണ് മാംസത്തിൽ അടങ്ങിയിരിക്കുന്നതെന്നും വിദഗ്ധ സംഘം കണ്ടെത്തി. 12 നൂറ്റാണ്ടു മുൻപ് ഇറ്റലിയിലെ ലാഞ്ചിനോയിൽ രക്തമായി മാറിയ വീഞ്ഞിന്റെ പഠനങ്ങളുമായി ഈ അത്ഭുതത്തിന്റെ റിപ്പോർട്ടുകൾ താരതമ്യം ചെയ്യുന്നതിനായി 2 റിപ്പോർട്ടുകളുടെയും ഉറവിടം വെളിപ്പെടുത്താത്ത രീതിയിൽ മറ്റൊരു വിദഗ്ധ സംഘത്തിന് കൈമാറുകയും ഇവ രണ്ടും ഒരേ മനുഷ്യന്റെ ശരീരത്തിലെ ജീവിക്കുന്ന കോശങ്ങളാണെന്ന് സംഘം സ്ഥിരീകരിക്കുകയും ചെയ്തു. 20-ാം നൂറ്റാണ്ടിൽ അർജന്റീനയിലെ ബ്യൂണസ് ഐറസിൽ തിരുവോസ്തിയിൽ കണ്ടെത്തിയ രക്തഘടനയും 8-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിലെ ലാഞ്ചിനോയിലെ തിരുവോസ്തിയിലെ രക്തഘടനയും ഒരേ മനുഷ്യന്റേതാണെന്ന് ശാസ്ത്രം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും ഇതേ രക്തഘടന യേശുവിന്റെ മരണസമയത്ത് അവിടുത്തെ പുതപ്പിച്ചിരുന്നതായി വിശ്വസിച്ചിരുന്ന ടൂറിൻ തിരുക്കച്ചയിലും കണ്ടെത്തിയതായി ശാസ്ത്രം തന്നെ രേഖപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഇവയെല്ലാം പറയാതെ പറയുന്ന സത്യം വിശ്വസിക്കാൻ ഏത് യുക്തിവാദിയും നിർബന്ധിതനാകുകയാണ്. ഇതെന്റെ ശരീരവും രക്തവുമാണെന്ന് അരുൾ ചെയ്ത് പെസഹാവേളയിൽ സ്വയം മുറിച്ചു നൽകിയവനും നിങ്ങളിത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് അരുൾ ചെയ്ത് വിശുദ്ധ കുർബാന സ്ഥാപിച്ചവനുമായ യേശുക്രിസ്തു എന്ന സത്യം തിരുവോസ്തിയിലും വീഞ്ഞിലും സ്വന്തം ശരീരരക്തങ്ങളാണ് മുറിച്ചു വിളമ്പുന്നത് എന്നത് ഈ ശാസ്ത്ര നിരീക്ഷണങ്ങൾ തന്നെ നിഷേധിക്കാനാവാത്ത യഥാർത്ഥ പ്രതിഭാസമായി പ്രഖ്യാപിക്കുന്നു. ബ്യൂണസ് ഐറസിൽ സ്വയം നിരീശ്വരവാദിയെന്ന് അഭിമാനപൂർവ്വം പ്രസ്താവിച്ച ശാസ്ത്ര വിദഗ്ധൻ ഡോക്ടർ റിക്കാർഡോ കസ്റ്റാനിയോൻ പ്രസ്തുത അത്ഭുതത്തിന്റെ ശാസ്ത്ര വിശകലനങ്ങൾക്കു ശേഷം ഇന്ന് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ പ്രഘോഷകനായി കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചതും ഇതിന് ആധികാരികത വർദ്ധിപ്പിക്കുന്നു. 2008 ഒക്ടോബർ 12 പോളണ്ടിലെ സൊക്കോൾക്കയിലുള്ള സെയിന്റ് ആന്റണി ഓഫ് പാദുവ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന മധ്യേ തിരുവോസ്തിയിലൊന്ന് താഴെ വീഴുകയും സഭയുടെ ആചാരപ്രകാരം അഴുക്കുപുരണ്ട തിരുവോസ്തി അലിയിപ്പിക്കുന്നതിനായി ഫാദർ ഫിലിപ്പ് അത് വെള്ളത്തിലിട്ട് വയ്ക്കുകയും ചെയ്തു. ദേവാലയ ശുശ്രൂഷകളുടെ ചുമതലയുള്ള സിസ്റ്റർ ജൂലിയ ദിവസങ്ങൾ പിന്നിട്ടിട്ടും തിരുവോസ്തി അലിയാത്തതും ഒരു ദിവസം തിരുവോസ്തിയുടെ നടുവിൽ മനുഷ്യ ശരീരത്തിലെ മാംസം പോലെ ചുവന്ന നിറത്തിൽ രൂപഭേദം വന്നതും ശ്രദ്ധിക്കുകയും ആർച്ച് ബിഷപ്പിന്റെ നിർദ്ദേശപ്രകാരം അരുളിക്കയിൽ സൂക്ഷിച്ച തിരുവോസ്തി കൂരിയ തീരുമാനപ്രകാരം ബിലിയോസ്റ്റിക് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ പ്രശസ്ത ശാസ്ത്രജ്ഞരായ പ്രൊഫസർ സ്റ്റാനിസ്ലാവ് സുൾക്കോവസ്കിയും പ്രൊഫസർ മാരിയോ സെബാനിക്കും വെവ്വേറെയായി പരസ്പരം ചർച്ച ചെയ്യാതെ വിവിധ പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തു. 2 റിപ്പോർട്ടുകളും ഏറെക്കുറെ തുല്യങ്ങളായിരുന്നു. അവ പറയുന്നു, മരണവേദനയോടമെത്തിയ ഒരു പുരുഷന്റെ ഹൃദയഭിത്തിയുടെ കോശങ്ങളാണ് ഇത്. തിരുവോസ്തിയുടെ നടുക്കുള്ള ഭാഗം മനുഷ്യന്റെ ഹൃദയപേശി കോശങ്ങളായി രൂപാന്തരപ്പെടുകയായിരുന്നു. ഗോതമ്പപ്പവും മനുഷ്യഹൃദയ പേശികളെയും ശാസ്ത്രീയമായി കൂട്ടിച്ചേർക്കാനാവില്ല. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നത് ശാസ്ത്രത്തിന് അജ്ഞാതമാണ്. പോളണ്ടിലെ സൊക്കോൾക്കയിലുള്ള സെയിന്റ് ആന്റണി ഓഫ് പാദുവ ദേവാലയത്തിൽ ഇന്നും ഈ തിരുശരീര ശേഷിപ്പ് വണക്കത്തിലുണ്ട്. മനുഷ്യബുദ്ധിയെ അമ്പരിപ്പിച്ച് ശാസ്ത്രത്തിന് മുൻപിൽ ചോദ്യങ്ങൾ ഉയർത്തി അന്നാ പെസഹ നാളിൽ തന്റെ ഓർമ്മയ്ക്കായി യുഗാന്ത്യം വരെ നിലകൊള്ളുമെന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളുടെ ജീവിക്കുന്ന തെളിവുകളായി അനിഷേധ്യങ്ങളായ പ്രപഞ്ച സത്യമായി ജീവൻ തുടിക്കുന്ന ശരീരരക്തങ്ങളായി കാലവും ചരിത്രവും ശാസ്ത്രവും സഭയും വിശ്വാസികളും നിരീശ്വരവാദികളും അംഗീകരിച്ചവയായി നിലകൊള്ളുന്നു. കർത്താവെ, ഞങ്ങളോട് കൂടെ വസിക്കണമേ എന്ന എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അഭ്യർത്ഥനയ്ക്ക് യേശു പരിഹാരവും ആശ്വാസവും മറുപടിയും നൽകിയത് വിശുദ്ധ കുർബാനയിലൂടെയായിരുന്നു. യേശുവിന്റെ 2ാം വരവ് വരെയുള്ള അവിടുത്തെ ഭൂമിയിലെ സാന്നിധ്യമായി വിശുദ്ധ കുർബാനയെ ശക്തി കേന്ദ്രമാക്കിയവരായിരുന്നു സഭാപിതാക്കന്മാരും വിശുദ്ധരും.
തങ്ങൾക്ക് വേണ്ടി അനുദിനം ബലിയാകുന്ന തങ്ങളുടെ നാഥനും മണവാളനും ആയവനു വേണ്ടി ജീവിക്കാനും മരിക്കാനും മറ്റുള്ളവർക്കായി ബലിജീവിതമാകാനും വിശുദ്ധർക്ക് സന്നദ്ധതയും കരുത്തും പകർന്ന പ്രധാന ഉറവിടം വിശുദ്ധ കുർബാനയായിരുന്നു. ഫ്രെഡറിക് രണ്ടാമൻ ചക്രവർത്തി ഇറ്റലിയിലെ അസിസി നഗരത്തെ ആക്രമിക്കാൻ ഒരുമ്പെടുകയും അറബി പട്ടാളക്കാർ വിശുദ്ധ ക്ലാരയുടെ സാന്റമിയാനോ കന്യാമഠത്തിൽ പ്രവേശിക്കാൻ ഉദ്യമിക്കുകയും ചെയ്തു. ഉടൻ തന്നെ ദിവ്യകാരുണ്യ പ്രേഷിതയെന്ന് അറിയപ്പെടുന്ന വിശുദ്ധ ക്ലാര ശത്രുക്കൾക്കെതിരായി വിശുദ്ധ കുർബാന അരുളിക്കയിൽ എഴുന്നള്ളിച്ചു വെക്കുകയും അതിൽ നിന്നും പ്രവഹിച്ച പ്രകാശരശ്മികൾ ശത്രുക്കളുടെ കണ്ണുകൾ അന്ധമാക്കുകയും പട്ടാളക്കാരുടെ കൂടാരവും മറ്റും കാറ്റിൽ തകർന്നടിയുകയും ചെയ്തു. അത്യപൂർവങ്ങളായ അത്ഭുത പ്രവർത്തന വരങ്ങളാലും അസാമാന്യമായ സംസാര പാടവത്താലും അനേകരെ കത്തോലിക്ക വിശ്വാസത്തിന്റെ സത്യങ്ങളിലേക്ക് നയിച്ചവനായിരുന്നു പാതുവായിലെ വിശുദ്ധ അന്തോണീസ്. 1227 റിമിനിയിൽ വെച്ച് ബോൺവില്ലോ എന്ന ഒരു യഹൂദൻ തിരുവോസ്തി വെറുമൊരു അപ്പക്കഷണമാണെന്ന് അദ്ദേഹത്തോട് പ്രസ്താവിക്കുകയുണ്ടായി. താൻ തന്റെ കഴുതിയെ 3 ദിവസം പട്ടിണിക്കിടാമെന്നും അതിനുശേഷം അതിനിഷ്ടമുള്ള ഭക്ഷണവും തിരുവോസ്തിയും കഴുതിക്ക് മുൻപിൽ കാണിക്കണമെന്നും കഴുത ഭക്ഷണം ഉപേക്ഷിച്ച് തിരുവോസ്തിയെ വണങ്ങിയാൽ താൻ വിശ്വസിക്കാമെന്നുമുള്ള ബോൺവില്ലോയുടെ വെല്ലുവിളി അദ്ദേഹം ഏറ്റെടുത്തു. പറഞ്ഞുറപ്പിച്ചതനുസരിച്ച് വിശുദ്ധനും നാസ്തികനും തിരുവോസ്തിയും ഭക്ഷണവുമായി ക്രമാനുസൃതം അണിനിരന്നു. കഴുതയോട് വിശുദ്ധ അന്തോണീസ് കൽപ്പിച്ചു, നിന്റെ സൃഷ്ടാവായ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, ഉടൻ തന്നെ മുൻപോട്ട് വന്ന് നിന്റെ ദൈവത്തെ ആരാധിക്കുക. അൾത്താരയിലെ പുരോഹിതന്റെ കരങ്ങളിൽ അപ്പത്തിന്റെ രൂപത്തിൽ നിന്റെ സൃഷ്ടാവായ ദൈവം അധിവസിക്കുന്നുവെന്ന് നാസ്തികർ മനസ്സിലാക്കട്ടെ. ഉടൻ തന്നെ കഴുത യജമാനൻ വെച്ചു നീട്ടിയ ഭക്ഷണം ഉപേക്ഷിച്ച് ദിവ്യകാരുണ്യത്തെ വണങ്ങുകയും ആ യഹൂദൻ വിശ്വാസം സ്വീകരിക്കുകയും ചെയ്തു. ഫ്രാൻസിന്റെ മുഴുവൻ വിമോചനത്തിനായി ദൈവം തിരഞ്ഞെടുത്ത വെറും കൗമാരക്കാരിയായിരുന്ന വിശുദ്ധ ജോവാൻ ഓഫ് ആർക്ക് ചുട്ടരിക്കപ്പെടാനായി കൊലക്കടത്തിലേക്ക് നയിക്കപ്പെടുമ്പോൾ അന്ത്യാഭിലാഷമായി ആവശ്യപ്പെട്ടത് വിശുദ്ധ കുർബാന സ്വീകരിച്ച് തന്റെ നാഥനിൽ ലയിച്ചു ചേരാനായിരുന്നു. ദിവ്യകാരുണ്യം സ്വീകരിച്ച് നിത്യജീവന്റെ അപ്പത്തിൽ നിന്നും ശക്തി നേടി സ്തുതിഗീതങ്ങൾ ആലപിച്ച് ആ വിശുദ്ധ തീജ്വാലകൾക്ക് മധ്യേ ധൈര്യസമേതം മരണത്തെ പുൽകി. വിശുദ്ധ പാദ്രെ പിയോ ദിവ്യകാരുണ്യ ഭക്തിയിൽ ലയിച്ച് മണിക്കൂറുകളോളം ദിവ്യബലിക്കിടെ നീണ്ട മൗനത്തിൽ ധ്യാനനിരതനാകുകയും വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനു മുൻപായി മണിക്കൂറുകൾ പ്രാർത്ഥിച്ചൊരുങ്ങുകയും ചെയ്യുമായിരുന്നു. വിശുദ്ധ ജോസഫ് കുപ്പർത്തിനയുടെ വിശുദ്ധിയിലും എളിമയിലുമുള്ള പാരമ്യത്താലും വിശുദ്ധ കുർബാനയിലുള്ള ധ്യാനനിമഗ്നമായ പങ്കാളിത്തത്താലും ദിവ്യബലി മധ്യേ അദ്ദേഹം ഭൂമിയിൽ നിന്ന് പൊങ്ങിപ്പോകുമായിരുന്നു. ഉപവിയുടെ പര്യായമായി ലോകമനസ്സുകളിൽ ഇടം നേടിയ മദർ തെരേസ മറ്റുള്ളവർക്കായി സ്വയം ബലിയായത് തനിക്കായി ബലിയായ തന്റെ മണവാളന്റെ സ്നേഹബലിയിൽ നിന്നും അനുദിനം പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു. വിശുദ്ധ കുർബാനയിൽ പുരോഹിതനും ബലിവസ്തുവുമെല്ലാം താൻ തന്നെയാണെന്ന് തെളിയിച്ച് സ്വർഗം നേരിട്ട് വിശുദ്ധ കുർബാന നൽകിയ വ്യക്തികളും സഭാ ചരിത്രത്തിലുണ്ട്. ലോകത്തിന് ജീവൻ പകരാനായി നൽകപ്പെട്ട ദൈവത്തിന്റെ അപ്പത്തെ ലോകത്തിലെ ഏത് വസ്തുവിനെയും വ്യക്തിയെയും കാൾ വിലമതിച്ചവരും സഭയിലുണ്ട്. ഫാത്തിമയിൽ പരിശുദ്ധ മറിയത്തിന്റെ പ്രത്യക്ഷീകരണം ലഭിച്ച
ഇടയക്കുട്ടികളായിരുന്ന ലൂസി, ഫ്രാൻസിസ്, ജസീന്ത എന്നിവർ ലോകം മുഴുവനിലും പരിശുദ്ധ മറിയത്തിന്റെ സന്ദേശങ്ങൾ പ്രതിധ്വനിക്കാൻ ദൈവം ഉപയോഗിച്ച വിശുദ്ധ പാത്രങ്ങളായിരുന്നു. പരിശുദ്ധ മറിയത്തിന്റെ പ്രത്യക്ഷീകരണങ്ങൾക്ക് മുന്നോടിയായി ഒരു കൈയിൽ കാസയും മറ്റേ കൈയിൽ ഉയർത്തിപ്പിടിച്ച തിരുവോസ്തിയുമായി ഒരു ദൂതൻ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ഓസ്തിയിൽ നിന്ന് രക്തം കാസയിലേക്ക് വീണുകൊണ്ടിരുന്നു. കാസ അന്തരീക്ഷത്തിൽ നിർത്തിയിട്ട് മാലാഖ കുട്ടികൾക്കൊപ്പം മുട്ടുകുത്തി ഭൂമിയിലെ എല്ലാ സക്രാരിയിലും സന്നിഹിതമായിരിക്കുന്ന ഈശോയുടെ വിലയേറിയ തിരുരക്തത്തെയും തിരുശരീരത്തെയും ആരാധിച്ചു. ശേഷം മാലാഖ എഴുന്നേറ്റ് കാസയും തിരുവോസ്തിയും കൈകളിലെടുത്ത് തിരുവോസ്തി ലൂസിക്കും തിരുരക്തം ഫ്രാൻസിസ്കോയ്ക്കും ജസീന്തയ്ക്കും നൽകുകയും ചെയ്തു. ആ സമയത്ത് മാലാഖ പറഞ്ഞു, മനുഷ്യരാൽ നിന്ദിക്കപ്പെടുന്ന ഈശോയുടെ രക്തവും മാംസവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുക. പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് ദൈവത്തെ ആശ്വസിപ്പിക്കുക. വിശുദ്ധ കുർബാനയോടുള്ള അതീവ ഭക്തിയിലും വിശുദ്ധ കുർബാനയ്ക്കെതിരായ നിന്ദകൾക്ക് പരിഹാരം ചെയ്യുന്നതിലും ആ കുഞ്ഞുങ്ങൾ ബദ്ധശ്രദ്ധരായിരുന്നു. യേശു പറഞ്ഞു, എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എന്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. യേശുവിന്റെ ഈ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊണ്ട് ദിവ്യകാരുണ്യ രക്തസാക്ഷികളായി മാറിയ പുണ്യാത്മാക്കൾ സഭയിലുണ്ട്. ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നതിനായി മർദ്ദിക്കപ്പെടുകയും ധൈര്യസമേതം മരണത്തെ പുലുകിയവനുമായിരുന്നു വിശുദ്ധ ടർസീസിയസ്. ക്രൈസ്തവ വിശ്വാസത്തിന്റെ പേരിൽ വന്യമൃഗങ്ങൾക്കിരയാകാൻ ചക്രവർത്തി കൽപ്പിച്ചതിനെ തുടർന്ന് വിശ്വാസികൾക്ക് രഹസ്യമായി വിശുദ്ധ കുർബാന എത്തിക്കുവാനുള്ള സഭാധികാരികളുടെ തീരുമാനത്തിൽ വിശുദ്ധ കുർബാനയുടെ വിശ്വസ്ത കാവൽക്കാരനായും സൂക്ഷിപ്പുകാരനായും കുഞ്ഞു ടർസീസിയസ് സ്വയം സമർപ്പിച്ചു. വിശുദ്ധ കുർബാന അടക്കം ചെയ്ത പേടകം വഹിച്ചുകൊണ്ടുള്ള യാത്രക്കിടയിൽ സൈനികർ അവനെ പിടികൂടുകയും മർദ്ദിക്കുകയും ചെയ്തു. എന്നാൽ അവൻ വിശുദ്ധ കുർബാന ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കാതെ മാറോട് ചേർത്ത് സൂക്ഷിച്ചു. തനിക്കരികിൽ അത്ഭുതകരമായി എത്തിച്ചേർന്ന ക്രൈസ്തവ സൈനികന് വിശുദ്ധ കുർബാന കൈമാറി ദിവ്യകാരുണ്യത്തിന്റെ ഭദ്രതയും സുരക്ഷിതത്വവും പരിശുദ്ധിയും കാത്തു സൂക്ഷിച്ചതിന്റെ കൃതാർത്ഥതയിലും സമാധാനത്തിലും അവൻ മരണത്തെ പുൽകി. ആദ്യ കുർബാന സ്വീകരിക്കുന്നവരുടെ മധ്യസ്ഥയായി അറിയപ്പെടുന്ന വിശുദ്ധ ഇമിൽഡ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ കുഞ്ഞിലെ തന്നെ തീവ്രമായി അഭിലഷിക്കുകയും എന്നാൽ അവൾക്കത് നിഷേധിക്കപ്പെടുകയുമായിരുന്നു. 11-ാം വയസ്സിൽ ആരാധനവേളയിൽ അവൾക്ക് ചുറ്റും തിരുവോസ്തിയുടെ ഒരു പ്രഭാവലയം ദേവാലയത്തിൽ വെച്ച് കാണപ്പെടുകയും ഇതു കണ്ട വൈദികൻ അവൾക്ക് വിശുദ്ധ കുർബാന സ്വീകരണത്തിന് അനുമതി നൽകുകയും ചെയ്തു. തന്റെ ചിരകാല സ്വപ്നം പൂവണിഞ്ഞതിന്റെ ആനന്ദ ലഹരിയിൽ മണിക്കൂറുകളോളം മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥനയിൽ ലയിച്ച ആ കുഞ്ഞു വിശുദ്ധ ഒരു ചെറു പുഞ്ചിരിയുമായി മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ച നിലയിൽ മരണത്തെ പുൽകി തന്റെ നിത്യമണവാളന്റെ പക്കലേക്ക് പറന്നുയർന്നതായാണ് ചരിത്രം പറയുന്നത്. 16-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ എലിസബത്ത് 1-ാം രാജ്ഞിയുടെ വാഴ്ചക്കാലത്ത് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് വിലക്കപ്പെടുകയും പുരോഹിതരുടെ ശിരസിന് വിലയിടുന്ന ക്രൈസ്തവ വിരുദ്ധത പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തു. വിശുദ്ധ കുർബാനയുടെ അഭാവം വിശ്വാസികളുടെ ആത്മീയ ജീവിതത്തെ ഉലയ്ക്കുന്നതു കണ്ട തീക്ഷ്ണമതിയായ ക്രൈസ്തവ യുവാവായിരുന്ന എഡ്മണ്ട് കാബിയൻ കാൽനടയായി റോമിലേക്ക് തീർത്ഥാടനം നടത്തി രഹസ്യമായി ഈശോസഭയിൽ ചേർന്ന് വൈദികനായി ഇംഗ്ലണ്ടിൽ മടങ്ങിയെത്തി ക്രൈസ്തവർക്കിടയിൽ വിശുദ്ധ കുർബാന രഹസ്യമായി പരികർമ്മം ചെയ്തു. വൈകാതെ ഇത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുകയും ലണ്ടൻ ടവറിൽ അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുകയും അതിക്രൂരമായി കൊലപ്പെടുത്തുകയുമായിരുന്നു. അനുദിനം ദിവ്യകാരുണ്യ സന്നിധിയിൽ ചുരുങ്ങിയത് 1 മണിക്കൂർ പ്രാർത്ഥനയിൽ ചെലവഴിക്കുമായിരുന്ന ദൈവശാസ്ത്ര പണ്ഡിതനും അതീവ ജ്ഞാനദൃഷ്ടിയുമുള്ളവനുമായിരുന്ന ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജെ. ദിവ്യകാരുണ്യ ഭക്തിയിലുള്ള തീക്ഷ്ണതയാൽ തനിക്ക് പ്രചോദനം നൽകിയ
ചൈനയിലെ ഒരു ക്രൈസ്തവ പെൺകുട്ടിയുടെ രക്തസാക്ഷിത്വം വിവരിക്കുന്നുണ്ട്. ക്രൈസ്തവ ദേവാലയങ്ങൾ നശിപ്പിച്ചും സക്രാരിയെ അധിക്ഷേപിച്ചും വൈദികരെ ബന്ദികളാക്കിയും പട്ടാളക്കാർ കടന്നുപോകുന്നതും തിരുവോസ്തികൾ നിലത്തിട്ട് അവഹേളിക്കുന്നതും കണ്ടു സഹിക്കാനാവാത്ത ലീ എന്ന കൊച്ചു പെൺകുട്ടി നിലത്തു വീണ 32 തിരുവോസ്തികൾ രാത്രിയിൽ ശത്രുക്കൾ കാണാതെ രഹസ്യമായി 32 തുടർച്ചയായ ദിവസങ്ങളിൽ വന്ന് ദീർഘനേരം പ്രാർത്ഥിച്ച ശേഷം സ്വീകരിക്കുകയും 32-ാം ദിനം അവസാനത്തെ തിരുവോസ്തി സ്വീകരിച്ച ശേഷം ശത്രുക്കളുടെ കണ്ണിൽപ്പെട്ട് രക്തസാക്ഷിത്വം വരിക്കുകയുമായിരുന്നു. 20-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഫ്രഞ്ച് റോമൻ കത്തോലിക്ക മിസ്റ്റിക്കായിരുന്ന മാർത്തേ റോബിൻ 21-ാം വയസ്സിൽ നാഡീ സംബന്ധമായ രോഗം ബാധിച്ച് കിടപ്പിലാകുകയും 78-ാം വയസ്സിൽ മരിക്കുന്നതുവരെ ഒരു ബലിയാത്മാവായി ക്രിസ്തുവിന്റെ പീഡാസഹനങ്ങളോട് ചേർന്ന് സ്വയം എരിഞ്ഞു തീർന്നവളുമായിരുന്നു. 1930 മുതൽ ക്രിസ്തുവിന്റെ പഞ്ചക്ഷതങ്ങൾ സ്വശരീരത്തിൽ പ്രത്യക്ഷമായ അവൾ 51 വർഷക്കാലം തിരുവോസ്തി മാത്രം ഭക്ഷിച്ചാണ് ശരീരത്തിൽ ജീവൻ നിലനിർത്തിയത്. തന്റെ ഭവനത്തിലെ ഇരുണ്ട മുറിക്കുള്ളിൽ ഒറ്റപ്പെട്ട ജീവിതം നയിച്ച ആ വിശുദ്ധ വനിത വിശുദ്ധ കുർബാനയുടെ ജീവിക്കുന്ന അത്ഭുതമായി മാറുകയും അനേകർക്ക് മാനസാന്തര കാരണമാകുകയും ചെയ്തവളാണ്. ഭക്ഷണത്തിനും വെള്ളത്തിനും സ്നേഹത്തിനും മറ്റു ഭൗതിക ആവശ്യങ്ങളുടെ ശമനത്തിനുമായി നെട്ടോട്ടമോടുന്ന മനുഷ്യർക്ക് മുൻപിൽ വെല്ലുവിളി ഉയർത്തുന്നതാണ് മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ ഒരു ചെറിയ അപ്പക്കഷ്ണമായ തിരുവോസ്തിയിൽ ഈ വിശുദ്ധ ജീവിതങ്ങൾ അനുഭവിച്ച ആനന്ദവും സംതൃപ്തിയും അവരുടെ ജീവിതങ്ങളിൽ കുറിക്കപ്പെട്ട അത്ഭുത പ്രതിഭാസങ്ങളും. വിശുദ്ധ കുർബാനയിൽ അപ്പവും വീഞ്ഞും യേശുവിന്റെ ശരീര രക്തങ്ങളായി പരിണമിക്കുന്നു എന്നതിന് ലോകത്തിന്റെ അങ്ങിങ്ങോളം കാലവും ചരിത്രവും കയ്യൊപ്പ് ചാർത്തിയ അത്ഭുത സാക്ഷ്യങ്ങൾ ജീവന്റെ തുടിപ്പുമായി നിലകൊള്ളുന്നു. സത്യം തന്നെയായ ദൈവത്തിന്റെ സത്യവചനങ്ങൾ സത്യമാണ് എന്നതിന്റെ പ്രകട തെളിവുകളായി ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ ശാസ്ത്രലോകത്തിന് വെല്ലുവിളിയായി നിലകൊള്ളുമ്പോഴും വീണ്ടും ചോദ്യങ്ങളും സംശയങ്ങളും എതിർവാദങ്ങളും ഉയർത്തി സത്യത്തെ മറയ്ക്കാനും കണ്ണടച്ച് ഇരുട്ടാക്കാനും ശ്രമിക്കുന്ന യുക്തിവാദങ്ങളെ പിൻചെല്ലുന്നത് ഭോഷത്വമല്ലേ? ദൈവം തന്ന ബുദ്ധി കൊണ്ട് ദൈവത്തിനെതിരെ ചോദ്യങ്ങൾ ഉയർത്തുകയും വിശുദ്ധ കുർബാനയിലെ ദൈവസാന്നിധ്യത്തെ നിഷേധിക്കുകയും ചെയ്യുന്നവർ നഷ്ടമാക്കുന്നത് ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും കലർപ്പില്ലാത്ത സ്നേഹത്തിന്റെ ഏറ്റവും മഹത്തായ പ്രകടനമാണ്. എന്തെന്നാൽ നാം പാപികളായിരിക്കെ നമുക്കായി മരിച്ചവന്റെ ജീവിക്കുന്ന ശരീരരക്തങ്ങളാണ് വിശുദ്ധ കുർബാന. ഒരു കത്തോലിക്കന്റെ സമ്പന്നതയും ശ്രേഷ്ഠതയും അനന്യതയും ലോകത്തിനു മുന്നിൽ വിളിച്ചറിയിക്കുന്ന ദിവ്യകാരുണ്യ പ്രേക്ഷിതരായി നമുക്കും രൂപാന്തരപ്പെടാം. നന്ദി. അവസാന അത്താഴബലിയിൽ നാഥന്റെ ഹൃദയം ജ്വലിച്ചു. പിരിയാതെ പ്രിയരിൽ വസിക്കാനീശോ സ്നേഹത്തിൻ കൂദാശയായി. അവസാന അത്താഴബലിയിൽ നാഥന്റെ ഹൃദയം ജ്വലിച്ചു.